US-ൽ 10,000-കണക്കിന് കുട്ടികൾ പോളിയോ ബാധിച്ച് തളർന്നു വീഴുന്ന കാലം. 2000-ഉം 3000-ഉം ഒക്കെ ആയിരുന്നു ഒരു വർഷത്തെ മരണനിരക്ക്. അത്തരമൊരു കാലത്താണ് 5 വയസ്സുകാരി മാർത്ത ലിലാർഡിനെയും പോളിയോ ബാധിച്ചത്. വിദഗ്ധ പരിശോധനയ്ക്കൊടുവിൽ ഡോക്ടർമാർ വിധിച്ചത് 20 വർഷം ആയുസ്. വിധിയെ പഴിച്ച് മാറിയിരിക്കാൻ മാർത്തയുടെ മാതാപിതാക്കളായ തോമസ് ലിലാർഡും ഗ്ലോറിയ ജൂൺ മെങ്ങും തയ്യാറല്ലായിരുന്നു. അവർ കുഞ്ഞു മാർത്തയെ ഒരു പോരാട്ടത്തിന് സജ്ജയാക്കി. കഴുത്തിന് താഴെ തളർന്നുപോയ ആ പിഞ്ചു ശരീരത്തെ അവർ ഒരു ഇരുമ്പ് കൂടിനുള്ളിൽ സുരക്ഷിതമാക്കി. അയൺ ലങ് അഥവാ ഇരുമ്പ് ശ്വാസകോശത്തിനുള്ളിൽ ഒരു ജീവിതം. 73 വർഷം മാർത്ത അങ്ങനെ ജീവിച്ചു. US-ലെ അവസാന പോളിയോ ബാധിതയായി അവർ വിട പറയുമ്പോൾ ചരിത്രം ചില കാര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 1948-ൽ ജനിച്ച മാർത്തയ്ക്ക് 5-ാം വയസ്സിലായിരുന്നു പോളിയോ സ്ഥിരീകരിച്ചത്. 1953-ൽ പിറന്നാൾ ദിനത്തിലായിരുന്നു ആദ്യ ലക്ഷണങ്ങൾ. കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ കഴുത്തിന് താഴേക്ക് അസഹനീയമായ വേദന. 4 ദിവസത്തിനിപ്പുറം ബോധം നഷ്ടമായി. സ്വഭാവത്തിലേക്ക് മടങ്ങിയെത്തുമ്പോൾ കൈയും കാലും ഒന്നും അനക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. വിദഗ്ധ പരിശോധനയിൽ പോളിയോ ബാധിച്ചതാണെന്ന് സ്ഥിരീകരിച്ചു. കഴുത്തിന് താഴെയുള്ള ശരീരം പൂർണ്ണമായും തളർന്ന് സ്വാഭാവികമായി ശ്വസിക്കാനുള്ള ശേഷിയും നഷ്ടമായി. അന്നത്തെ വൈദ്യശാസ്ത്രത്തിന്റെ അത്ഭുതമായി കരുതപ്പെട്ടിരുന്ന അയൺ ലങ് അങ്ങനെയാണ് മാർത്തയുടെ ജീവിതത്തിലേക്ക് എത്തുന്നത്. ആശുപത്രിയിലെ 6 മാസത്തെ ചികിത്സയിൽ 23 മണിക്കൂറോളം മാർത്ത അയൺ ലങ്ങിനായിരുന്നു. ശരീരത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ലോഹ സിലിണ്ടറിനുള്ളിൽ വായുമർദ്ദത്തിലെ വ്യത്യാസം സൃഷ്ടിച്ചാണ് ഈ യന്ത്രം ശ്വാസോച്ഛ്വാസം സാധ്യമാക്കിയത്. പുറത്തുനിന്ന് വായു കടക്കാത്ത സിലിണ്ടറിനുള്ളിൽ ഒരുതരം നെഗറ്റീവ് പ്രഷർ മെക്കാനിക്കൽ വെന്റിലേറ്ററാണ് പ്രവർത്തിക്കുന്നത്. അതായത് ശരീരത്തിന് പുറത്ത് മർദ്ദം ചെലുത്തി ശ്വാസകോശത്തിൽ നിന്ന് വായു പുറത്തേക്ക് തള്ളി സാധാരണ ശ്വസനം സാധ്യമാക്കുന്ന പ്രക്രിയ. പതുക്കെ സ്വയം ശ്വസിക്കാൻ ശ്വാസകോശത്തെ പ്രാപ്തമാക്കി മാർത്ത അയൺ ലങ്ങിന്റെ ഉപയോഗം കുറച്ചു കൊണ്ടുവന്നു. പിന്നീട് ഉറങ്ങുമ്പോൾ മാത്രമായി ഉപയോഗം. ദിവസവും 2 മണിക്കൂർ സ്കൂളിൽ പോയി, ബാക്കി സമയം വീട്ടിലിരുന്ന് പഠിച്ചു. ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ക്ലാസ് മുറികളുമായി ബന്ധിപ്പിച്ച പ്രത്യേകം ഇന്റർകോം സംവിധാനത്തിലൂടെയായിരുന്നു അധ്യാപകരുമായും സഹപാഠികളുമായും മാർത്ത ആശയവിനിമയം ചെയ്തിരുന്നത്. വലതു കൈ സ്ഥിരമായി തളർന്നെങ്കിലും തെറാപ്പിയിലൂടെ ഇടത് കൈയുടെയും കാലുകളുടെയും ചലനശേഷി പരിമിതമായെങ്കിലും മാർത്ത വീണ്ടെടുത്തു. ഒറ്റക്കൈയാൽ കവിതകൾ എഴുതിയും ചിത്രങ്ങൾ വരച്ചും പിയാനോ വായിച്ചും അവർ സന്തോഷം കണ്ടെത്തി. മൃഗസ്നേഹിയായിരുന്ന അവർ ഹ്യൂമൻ സൊസൈറ്റിയുടെ സന്നദ്ധ പ്രവർത്തകയുമായി. ചിലപ്പോഴൊക്കെ ഒറ്റയ്ക്ക് താമസിച്ചു, സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കി. പ്രത്യേക ട്രെയിലറിൽ അയൺ ലങ് ഘടിപ്പിച്ച് കുടുംബത്തോടൊപ്പം ദീർഘയാത്ര നടത്തി. ഇന്റർനെറ്റ് വ്യാപകമായതോടെ മാർത്തയുടെ ലോകം കൂടുതൽ വിശാലമായി. വായനയും പഠനവും തുടർന്ന അവർ സ്വന്തം രോഗത്തെക്കുറിച്ചും പുതിയ ചികിത്സാ രീതികളെക്കുറിച്ചും നിരന്തരം മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നു. ദേശീയ അന്തർദേശീയ വിഷയങ്ങളിൽ ചർച്ചകളിൽ സജീവമായി. അങ്ങനെ ഒരു ഓൺലൈൻ ചർച്ചയിൽ നിന്നാണ് ഈജിപ്തുകാരനായ ബഹാ സാലിഹിനെ പരിചയപ്പെടുന്നത്. സൗഹൃദം പിന്നീട് പ്രണയമായി. 2 പതിറ്റാണ്ടിനിപ്പുറം ഇരുവരും വിവാഹിതരായി. പ്രായം കൂടിയതോടെ പോസ്റ്റ് പോളിയോ സിൻഡ്രോം ബാധിച്ച് മാർത്തയുടെ ആരോഗ്യസ്ഥിതി മോശമായി. 2 തവണ കോവിഡ് ബാധിക്കുകയും ലോങ് കോവിഡ് സ്ഥിരീകരിക്കുകയും ചെയ്തതോടെ കൂടുതൽ സമയം അയൺ ലങ് ഉപയോഗിക്കേണ്ടി വന്നു. വെറും 25% മാർത്തയുടെ ശ്വാസകോശത്തിന്റെ പ്രവർത്തനശേഷി. നട്ടെല്ല് വളയുന്ന സ്കോളിയോസിസും പക്ഷാഘാതവും ആ ശരീരത്തെ പിന്നെയും പരീക്ഷിച്ചു. അവസാന 5 വർഷക്കാലം വീടിന് പുറത്തിറങ്ങാൻ പോലും സാധിച്ചിരുന്നില്ല. അവസാന 2 വർഷം ഏകദേശം മുഴുവൻ സമയം അയൺ ലങ്ങിനുള്ളിലായിരുന്നു ജീവിതം. പോസ്റ്റ് പോളിയോ സിൻഡ്രോമും ലോങ് കോവിഡിന്റെ പ്രത്യാഘാതങ്ങളുമാണ് മാർത്തയുടെ മരണത്തിന് കാരണമായത്. ജൂൺ 26-ന് 78-ാം വയസ്സിൽ ആ പോരാട്ടം അവസാനിച്ചു. ഡോക്ടർമാർ പ്രവചിച്ച സമയത്തെയും കാലത്തെയും ശാസ്ത്രത്തെ തന്നെ കൂട്ടുപിടിച്ചാണ് മാർത്ത മറികടന്നത്. മാർത്തയ്ക്ക് പോളിയോ ബാധിച്ച് 2 വർഷത്തിന് ശേഷം 1955-ലാണ് US-ൽ പോളിയോ വാക്സിൻ ലഭ്യമാകുന്നത്. 1979-ൽ US പോളിയോ മുക്ത രാജ്യമാവുകയും ചെയ്തു. അയൺ ലങ് ഉപയോഗിച്ച് ജീവിച്ചിരുന്ന അവസാന പോളിയോ രോഗി കൂടിയായിരുന്നു മാർത്ത. ഫിസിഷ്യനായിരുന്ന ജോൺ മയോ 1670-ൽ കൊണ്ടുവന്ന ആശയമാണ് എക്സ്റ്റേണൽ നെഗറ്റീവ് പ്രഷർ വെന്റിലേഷൻ. 1927-ൽ ഹാർവാർഡ് സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്തിലെ ഫിലിപ്പ് ഡ്രിങ്കർ, ലൂയി ഷായ് എന്നിവർ അതിനെ അയൺ ലങ് എന്ന ഉപകരണമാക്കി വികസിപ്പിച്ചു. 1928 മുതൽ അത് രോഗികളിൽ ഉപയോഗിച്ചു തുടങ്ങി. US-ൽ പോളിയോ ബാധ രൂക്ഷമായിരുന്ന 1940-കളിൽ അയൺ ലങ് പ്രധാന ജീവൻ രക്ഷാ ഉപകരണമായി മാറി. എന്നാൽ പോളിയോ വാക്സിൻ വന്നതോടെ ഉപകരണം ആവശ്യമില്ലാതായി. കമ്പനികൾ അതിന്റെ നിർമ്മാണം അവസാനിപ്പിച്ചു. പതുക്കെ അയൺ ലങ്ങിന്റെ സ്പെയർ പാർട്സും ലഭ്യമല്ലാതായി. അറ്റകുറ്റപ്പണി പോലും സാധ്യമല്ലെന്ന സ്ഥിതി അത് ഉപയോഗിച്ചിരുന്ന പലരെയും സാരമായി ബാധിച്ചിരുന്നു. മാർത്തയുടെ കാര്യവും വ്യത്യസ്തമായിരുന്നില്ല. പുതിയ ഏതെങ്കിലും ഉപകരണത്തിലേക്കോ സംവിധാനത്തിലേക്കോ മാറാൻ മാർത്ത ഒരുക്കവുമല്ലായിരുന്നു. ലഭ്യമായ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തി മാർത്ത അയൺ ലങ് ഉപയോഗം തുടർന്നു. മാർത്തയുടെ മരണത്തോടെ അയൺ ലങ്ങും ചരിത്രത്തിന്റെ ഭാഗമായി.
മാർത്ത ലിലാഡിന്റെ ജീവിതം ഒരു വ്യക്തിയുടെ വെറുമൊരു അതിജീവന കഥ മാത്രമല്ല, പോളിയോ എന്ന മഹാമാരിയെ മനുഷ്യരാശി എങ്ങനെ അതിജീവിച്ചു എന്നതിൻ്റെ, വാക്സിനേഷന്റെ അനിവാര്യതയുടെ, ശാസ്ത്ര പുരോഗതിയുടെ സാക്ഷ്യപത്രമാണ്. അയൺ ലെങ് എന്ന ഇരുമ്പ് കൂടിനുള്ളിൽ 7 പതിറ്റാണ്ടോളം ജീവിച്ച മാർത്തയുടെ ജീവിതം ആ ചരിത്രത്തിന്റെ അവസാന അധ്യായമായിട്ടാകും ഓർമ്മിക്കപ്പെടുക.